जुमेरात को कोटायम गवर्नमेंट मेडिकल कॉलेज अस्पताल में एक अलमनाक हादसे में वार्ड नंबर 14 के करीब वाक़ एक पुरानी 3 मंजिला इमारत गिर गई। सुबह 10:45 पर यह इमारत जो रफ़े हाजत और कचरा ज़ख़ीरा करने के लिए इस्तेमाल हो रही थी, अचानक मुनहदम हो गई। इस हादसे में एक खातून और 2 बच्चे ज़ख्मी हो गए और तालायोला परम्बू की रिहायशी 49 साला बिंदु जाँ बहक हो गईं। इब्तदाई तौर पर मलबे में किसी के दबे होने की इत्तला नहीं थी, लेकिन जब बिंदु का कहीं अता पता नहीं था तो रेस्क्यू का अमल तेज़ कर दिया गया। तकरीबन 2 घंटे बाद उन्हें मलबे से निकाल कर अस्पताल ले जाया गया, मगर वो जाँबर न हो सकी। हादसे के बाद लोगों ने मुतालबा किया कि मज़ीद अफराद के दबे होने का खदशा है, इसलिए तलाश जारी रखी जाए। कोटायम और आसपास के स्टेशन से फायर ब्रिगेड की टीमें मौके पर पहुंचकर काम करती रहीं। मज़कूरा इमारत को पहले ही खस्ता करार दिया जा चुका था और इसके मुतबादिल के तौर पर KIIFB के फंड से एक नई इमारत भी तामीर की गई थी, लेकिन पुरानी इमारत को मुकम्मल तौर पर मिस्मार नहीं किया गया था, जिस पर इंतज़ामी गफलत का सवाल उठाया गया है। बिंदु की मौत एक ऐसा सानहा है जो बरवक्त कार्रवाई से रोका जा सकता था। നമ്മുടെ കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ അതുൾപ്പെടെയുള്ള അതിന്റെ മുകളിലുള്ള വാർഡുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരെയൊക്കെ തന്നെ വളരെ ഒരു പീസ്ഫുൾ ഷിഫ്റ്റിംഗ് ആയിട്ട് ഇവിടേക്ക് നമുക്ക് മാറ്റാനായിട്ട് ഒരു സ്ത്രീയെ കാണാതായി എന്ന് പറഞ്ഞു. അവരുടെ ഭർത്താവ് ഇത്തരത്തിലൊരു സംശയം വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് വല്ല വിവരം അറിഞ്ഞു? അങ്ങനെ ഒരു കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ഒരു കുട്ടിക്ക് ഇവിടെ ഒരു മുറിവുണ്ട്, സ്കാൻ ചെയ്തു. അപ്പോൾ ഒരു ഇന്റേണൽ ഇഞ്ചുറി ഇല്ല. അത് തുന്നലിട്ടാലും മതിയാകും. നമ്മുടെ തന്നെ ഒരു വാർഡ് ബോയ് ആണ്. വാർഡ് ബോയ്ക്ക് വാസ്തവത്തിൽ ഇത് ഇടിഞ്ഞു വീണതല്ല, ഈ റഷിന്റെ ഇടയിൽ വന്ന് വയറ്റില് ട്രോളിയോ കട്ടിലോ ഒന്നും ഇടിച്ചതാണ്. അപ്പോൾ പക്ഷെ ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾ കയറി കണ്ടിരുന്നു. അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് അതിൽ മറ്റു കുഴപ്പങ്ങളില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. മറ്റാരും അവിടെ ഉള്ളതായിട്ട് ഇപ്പോൾ നമുക്ക് നിലവിൽ ഇതുവരെ ഇപ്പോൾ അവിടെ മെഷീൻ എത്തിയിട്ട് അത് പരിശോധന കൂടി നടത്തുകയാണല്ലോ, വിവരമില്ല. സ്പെഷ്യാലിറ്റിയുടെ ഇപ്പോൾ അപ്പുറത്ത് ഓൺഗോയിങ് പ്രോജക്റ്റാണ്. ഇത് തീർന്നു കഴിഞ്ഞാൽ അതിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇപ്പം തന്നെ അതിൻ്റെ 10-30% വർക്ക് പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇത് കാലേക്കൂട്ടി തന്നെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ അടുത്ത മാസം ഉദ്ഘാടനത്തിനും ജൂലൈ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങാനും നേരത്തെ ഞാനും കൂടെ പങ്കെടുത്ത മീറ്റിംഗിൽ തീരുമാനിച്ചിരുന്നതാണ്. ഇപ്പോൾ ഈ ഇടിഞ്ഞു വീണത് യഥാർത്ഥത്തിൽ ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗം എന്നും ശേഷിപ്പിക്കാമെന്നുള്ള അടച്ചിട്ടിരുന്നതാണ്. അവിടെ ശൗചാലയം മാത്രമാണ്. വാർഡിന് കുഴപ്പമില്ല, വാർഡിന് യാതൊരു പ്രശ്നവും ഇല്ല. ഇപ്പൊ അവിടെ അല്ല ഇടിഞ്ഞു വീണത്, നിങ്ങൾ കണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ കൊട്ടം നേരത്തെ തീരുമാനിച്ചത്. ഇത് തീരുമാനിച്ച് മൊത്തം 537 കോടി രൂപ നമുക്ക് കിഫ്ബിയിൽ അനുവദിച്ചു. രണ്ടിനും കൂടെ ഇതിന് മാത്രം 257 കോടിയായി. അപ്പോൾ ഇത് കാലേകൂട്ടി പ്രവർത്തനം തുടങ്ങി. ഇപ്പോൾ ഇത് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഘട്ടത്തിലാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കാലേകൂട്ടി ഇക്കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നത്.